SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിലും പല ആളുകളും ചോദിക്കുകയുണ്ടായി. ഇന്ന് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പതിവ് രീതിയിൽ ഇന്നും ഒരു കഥയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ കഥാപാത്രത്തിൻ്റെ പേരാണ് അനന്തു. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. സാമ്പത്തികമായി ഉയർന്ന ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ മാസം ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു ഈ അനന്തു. പ്രതിമാസം 35,000 രൂപയായിരുന്നു അനന്തുവിന്റെ ശമ്പളം. ഒരു ചെറിയ വാടക വീടും മാസാമാസം തീരുന്ന ശമ്പളവും ബാക്കി നിൽക്കാത്ത ബാങ്ക് അക്കൗണ്ടും ആയിരുന്നു അവന്റെ ലോകം. പലരും വലിയ ശമ്പളക്കാരെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് തനിക്ക് കിട്ടുന്ന ഈ ചെറിയ തുകയിൽ നിന്ന് എങ്ങനെ ഭാവിയിൽ സ്വന്തമായിട്ട് ഒരു വീട് വെക്കുമെന്നത് അനന്തുവിനെ എപ്പോഴും അലട്ടിയിരുന്ന ചിന്തയായിരുന്നു. കുറച്ച് പണം ബാങ്ക് FD യിൽ ഇടാമെന്ന് കരുതി എന്നുണ്ടെങ്കിലും പണപ്പെരുപ്പം അഥവാ വിലക്കയറ്റം നമ്മുടെ പണത്തിന്റെ യഥാർത്ഥ മൂല്യം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അവൻ വൈകിട്ടാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് തരുന്ന 5, 6, 7% പലിശയേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും നിർമ്മാണ സാമഗ്രികളുടെ വിലയും ഒക്കെ കുതിച്ചുയരുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ വെറും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എന്നുള്ളത് അവന് കൃത്യമായിട്ട് ബോധ്യമായി. ഇവിടെയാണ് അനന്തു മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കും ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ തരാം. കടമില്ലാത്തൊരു വീടാണ് അനന്തുവിന്റെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ലോങ് ടൈമിൽ എന്തെങ്കിലും സ്വപ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മനസ്സിൽ വെച്ചുകൊള്ളുക. നമ്മളിന്ന് പഠിക്കുകയാണ്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് അനന്തു ബാങ്ക് FD വേണ്ട മ്യൂച്വൽ ഫണ്ട് മതി എന്ന് തീരുമാനിച്ചത്? ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാങ്ക് FDക്ക് പരമാവധി 6 മുതൽ 7% വരെയാണ് പലിശ നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് വർഷം തോറും 5 മുതൽ 6% വരെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് FDയിലെ യഥാർത്ഥ വരുമാനം വളരെ കുറവാണ്. ഇന്ന് 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പവൻ സ്വർണം വാങ്ങാമെന്ന് വെക്കുക. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് സ്വർണം വേണ്ട, കൊച്ചു സ്കൂളിൽ പോകുന്നതേ ഉള്ളൂ, 15 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങാൻ ഈ പൈസ FD ഇട്ടാൽ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇട്ടാൽ കിട്ടുക 1,80,000 രൂപ അടുത്താണ്. അന്ന് നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് 1 പവൻ സ്വർണം കിട്ടുമോ? ഒരിക്കലുമില്ല. അന്ന് നിങ്ങൾക്ക് 1 പവൻ സ്വർണം വാങ്ങാനായിട്ട് ഗോൾഡിന്റെ മുൻകാല വളർച്ചയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ അടുത്തൊക്കെ വേണ്ടിവരും. പൈസയുടെ മൂല്യം കുറയുന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് എന്താണ് വഴി? അനന്ത് നോക്കിയ ഒരു വഴിയിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് അനന്ത് പഠിച്ച സമയത്ത് അനന്ത് മനസ്സിലാക്കി മികച്ചൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് SIP ദീർഘകാല അടിസ്ഥാനത്തിൽ ശരാശരി 12 മുതൽ 15% വരെ ആദായം നൽകിയിട്ടുണ്ട്. ഇത് പണപ്പെരുപ്പത്തെ വളരെ അനായാസമായിട്ട് തോൽപ്പിക്കുന്നു എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ മുന്നത്തെ എക്സാമ്പിളിൽ കൂടെ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ 1 പവൻ സ്വർണ്ണത്തിന്റെ കാശ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. 15 വർഷം കഴിഞ്ഞിട്ട് 1 പവൻ സ്വർണ്ണം നിങ്ങൾക്ക് വാങ്ങണം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇത് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു 12% ഒക്കെ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് ഇട്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 1 പവൻ സ്വർണം കൊച്ചിനെ കെട്ടിക്കാൻ നേരത്ത് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അനന്ത് വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു. റിയലിസ്റ്റിക് ആയിട്ടൊക്കെ നോക്കുമ്പോൾ 12%, എന്നാലും സ്ലോ ഗ്രോത്ത് ആണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ എന്താണ് വഴി? മ്യൂച്വൽ ഫണ്ടും ഓഹരി വിപണിയിലെ ആ ഒരു ഗെയിമും കൂടെ ഒന്ന് കമ്പയർ ചെയ്താലോ? പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ഓഹരി വിപണിയിലേക്ക് ഡയറക്റ്റ് ഇറങ്ങിയാലോ? അനന്തുവിൻ്റെ മുന്നിൽ തന്നെ എക്സാമ്പിളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഓഹരി വിപണിയിൽ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ ചാടി വീണ് പണം ഉണ്ടാക്കാൻ വേണ്ടി പണം കളഞ്ഞിട്ടുള്ള ചില എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. വിപണിയിലെ ഡേ ട്രേഡിങ്ങിലേക്കും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്കും ഒക്കെ ചാടി വീണിട്ട് ചില ആളുകൾ അവരുടെ മുഴുവൻ സമ്പാദ്യവും ദിവസങ്ങൾക്കുള്ളിൽ തീർത്തതും അനന്തു നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്ന് മനസ്സിലേക്ക് വന്ന സമയത്ത് തന്നെ അനന്തു തീരുമാനിച്ചു ഡേ ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നിവയിൽ തുടക്കക്കാർക്കും ചെറിയ വരുമാനമുള്ളവർക്കും പണം നഷ്ടപ്പെടാനുള്ള സാധ്യത 90%-ലധികമാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഫണ്ട് മാനേജർമാർ പ്രൊഫഷണലുകളായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ, അവർ ഫുൾ ടൈം അതിൽ ഇരിക്കുന്നതിനാൽ കുറഞ്ഞ ശമ്പളമുള്ളവർ ട്രേഡിംഗ് ഒഴിവാക്കി മ്യൂച്വൽ ഫണ്ടിന്റെ വഴി തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിപൂർവ്വമായിട്ടുള്ള നടപടി എന്ന് അനന്തു മനസ്സിലാക്കി. റിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് മതി. ഇനി അനന്തുവിന് പഠിക്കേണ്ടത്, നമ്മൾക്ക് പഠിക്കേണ്ടത് ഇതിലെ ചില സ്ട്രാറ്റജീസ് ആണ്. എങ്ങനെ SIP സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം, എന്താണ് ആക്ച്വലി ഫണ്ടുകൾ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ഇതൊരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ പറയുന്ന കാര്യങ്ങളായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഞാനൊരു SEBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഈ വീഡിയോ ഒരു നിക്ഷേപ ഉപദേശവുമല്ല. ഞാൻ പഠിച്ചതും കണ്ടതും വായിച്ചതും സാമ്പത്തികമായിട്ട് മുന്നേറിയ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിൽ പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വൈറൽ വീഡിയോകളോ കോൺട്രവേഴ്സികളോ ഡീൽ ചെയ്യാതെ
ഇല്ലാത്തതുകൊണ്ടും കൂടുതൽ ദിവസങ്ങളെടുത്ത് റിസർച്ച് ചെയ്ത് ചെയ്യുന്ന വീഡിയോകളായതുകൊണ്ടും ഈ ചാനൽ യൂട്യൂബിൻ്റെ വരുമാനത്തെ മുഖ്യമായിട്ട് ആശ്രയിച്ചല്ല മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കിത് തികയില്ല. സ്പോൺസേഴ്സാണ് നമ്മുടെ ചാനൽ നടത്താനായിട്ടുള്ള മെയിൻ വഴി എന്ന് പറയുന്നത്. എൻ്റെയും ഇതിൽ വർക്ക് ചെയ്യുന്ന മറ്റ് 2 ആളുകളുടെയും സാലറി അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് സ്പോൺസർമാരുടെ പരസ്യങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, നിങ്ങൾക്കൊന്ന് വിരലനയ്ക്കാൽ പോരെ. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് പരസ്യം പോലും ഇല്ലാതെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ചെയ്തു തരാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. വെറും 7000 രൂപ തന്നാൽ മതി, പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം. പരസ്യം സ്കിപ്പ് ചെയ്യാനായിട്ട് മടിയുള്ള ആളുകൾക്കും പരസ്യം കണ്ടു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യം തോന്നുന്ന ആളുകൾക്കും ആത്മാർത്ഥമായിട്ട് നല്ല കണ്ടന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മാർഗ്ഗം ഉപയോഗിക്കാവുന്നതാണ്. ആർക്കാണ് പരസ്യം ചെയ്യാനായിട്ട് ഇഷ്ടം? എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ ചിലവുകളൊക്കെ മീറ്റ് ചെയ്ത് പോവേണ്ടതുണ്ട്. മുന്നിലിരിക്കുന്ന ക്യാമറയ്ക്ക് 3 ലക്ഷം രൂപ വിലയുണ്ട്, പിന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് 2 ലക്ഷം രൂപ വിലയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലാപ്ടോപ്പ് വാങ്ങിയത് 2.5 ലക്ഷം രൂപയ്ക്കാണ്. ഈ സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. മാസം കറണ്ട് ചാർജ്, വീഡിയോ പ്രൊഡക്ഷൻ്റെ ലൈറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ വീട്ടിലെ കറണ്ട് ചാർജ് 16,000 അടുത്തു. അതിനകത്ത് പിന്നെ ഒരു EV കാർ എടുത്തപ്പോഴാണ് കേട്ടോ ഒരു 4,000 രൂപ എക്സ്ട്രാ വന്നത്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഈ ചാനലിൽ കണ്ടാലും വേറെ ഏത് ചാനലിൽ കണ്ടാലും നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രം, അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രം പൈസ നിക്ഷേപിക്കുക. നമ്മളിവിടെ ചെയ്യുന്ന പരസ്യങ്ങൾ ഒന്നും സ്കാം ഒന്നുമല്ല, ഒന്നും പറ്റിയിട്ടല്ല, പക്ഷേ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ടേം ഇൻഷുറൻസ്, അത് സാധാരണക്കാർക്ക് ഒരു ഗുണമുള്ളതല്ല, പക്ഷേ ഗുണമുള്ള ആളുകളുണ്ട്. നമ്മൾ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്. ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സേഫായിട്ടുള്ള പരിപാടിയാണ്, പക്ഷേ സാധാരണക്കാർക്ക് വലിയ ലാഭമൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ല. അതാണ് ഈ പരസ്യങ്ങളുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം വിട്ടേക്കാം, നമുക്ക് വീഡിയോയിലേക്ക് തിരികെ വരാം. ആനന്ദു എന്ത് ചെയ്തു എന്നുള്ളതിലേക്ക് വരാം. അനന്തു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വരുമാനത്തിൽ നിന്ന് സ്ട്രിക്റ്റായിട്ട് ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് മാസം തോറും 7000 രൂപ SIP ആയിട്ട് നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് മുന്നേ തന്നെ അവൻ വിജയിച്ച ആളുകളുടെ സ്ട്രാറ്റജീസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് തീരുമാനിച്ചു. ഇന്ന് നമ്മൾ ആനന്ദുവിനോടൊപ്പം പഠിക്കുന്നത് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന കോമ്പൗണ്ടിങ് അധിഷ്ഠിത സമ്പാദ്യ പരിപാടിയെക്കുറിച്ചിട്ടാണ്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് ഓഹരി വിപണി അടിസ്ഥാനമാക്കിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ മികച്ച വളർച്ചയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സെൻസെക്സും നിഫ്റ്റിയും പോലുള്ള പ്രധാന സൂചികകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ 12 മുതൽ 15% വരെ വാർഷിക വളർച്ചാ നിരക്ക് നൽകിയിട്ടുണ്ട്. കഥ ഇവിടെ വരെ എത്തിയെന്നുണ്ടെങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അറിയത്തില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. എന്താണ് മ്യൂച്വൽ ഫണ്ട്? പല വ്യക്തികളിൽ നിന്നും ചെറിയ തുകകൾ വീതം സ്വീകരിച്ച് ആ പണമെല്ലാം ഒന്നിപ്പിച്ച് ഒരു വലിയ ഫണ്ടാക്കി മാറ്റുകയും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫണ്ട് മാനേജർമാരുടെ നേതൃത്വത്തിൽ വിവിധ കമ്പനികളുടെ ഓഹരികളിലും കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും ഒക്കെ നിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ കേക്ക് പല ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാവർക്കും വീതിച്ച് നൽകുന്നത് പോലെയാണിത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് വലിയ കമ്പനികളിൽ ഓഹരികൾ വാങ്ങാനായിട്ട് വലിയ തുക ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ നല്ല രസമുണ്ട് കാണാൻ, 1286 രൂപയാണ്. ഗംഭീര ഷെയർ അല്ലേ? നിങ്ങൾക്ക് അതിൽ നിന്ന് 1 ലക്ഷം ലാഭം 5 വർഷം കൊണ്ട് എടുക്കാൻ എത്ര രൂപ നിക്ഷേപിക്കണം? 1 ലക്ഷം രൂപ ലാഭം 5 വർഷം കൊണ്ട് ലഭിക്കാനായിട്ട് എത്ര രൂപ നിക്ഷേപിക്കണം? 10% ആ ഒരു ഷെയർ വളർന്നു എന്ന് വിചാരിക്കുക. ഏകദേശം 1,62,000 രൂപ ഇന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം എടുക്കാം. നടക്കുമോ? നടന്നാൽ തന്നെ നമ്മളുടെ ഇത്രയധികം പൈസ ഒരിടത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ ഷെയർ എങ്ങാനും താഴേക്ക് പോയി കഴിഞ്ഞാൽ കാശ് പോവില്ലേ? സോ അവിടെയാണ് നമ്മൾ നമ്മുടെ 1000-ഓ 2000-ഓ 10,000-ഓ രൂപകളെ മാസം പലയിടത്തും നിക്ഷേപിക്കുന്നത്. ഒന്ന് പോയാൽ മറ്റൊന്ന് രക്ഷപ്പെടുത്തും. മ്യൂച്വൽ ഫണ്ടുകൾ വഴി ചെറിയ തുകകൾ കൊണ്ടുപോലും വിപണിയിൽ മികച്ച കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുവഴി സാധിക്കും. ഇതിലൂടെ റിസ്ക് കുറയ്ക്കാനും ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ല ലാഭം നേടാനും സാധിക്കും. ആളുകളെ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കുന്നു, എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞ് അബദ്ധത്തിൽ ചടവേണ്ട. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വിദഗ്ധർ ട്രേഡ് ചെയ്തോളും. ഒരു നിശ്ചിത തുക ഓരോ മാസവും കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റിവെക്കുമ്പോൾ വിപണിയിലെ കയറ്റിറക്കങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുന്നു. യുദ്ധം വന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് വളരെയധികം താഴെ പോയി. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അന്ന് കൊടുത്ത പൈസയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടി. ഇതിനെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് വിളിക്കുന്നു. വിപണി ഇടിയുമ്പോൾ കൂടുതൽ യൂണിറ്റുകളും വിപണി ഉയരുമ്പോൾ കുറഞ്ഞ യൂണിറ്റുകളും ലഭിക്കുന്നതിലൂടെ നമ്മുടെ ശരാശരി നിക്ഷേപ ചെലവ് കുറയുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും, നമ്മളുടെ 10,000 രൂപയുണ്ട്, ഈ 10,000 രൂപയെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? അതിലേക്ക് നമുക്ക് വരാം. എങ്ങനെ ഇതിനെ വിഭജിക്കണം? ഇതിന് സഹായിക്കുന്ന ചില പ്രമുഖ രീതികൾ ഞാൻ പറയാം. കുറേ ഉണ്ട്, ബട്ട് മെയിൻ ആയിട്ടുള്ളതും ഞാൻ ഫോളോ ചെയ്യുന്നതും കൂടി ഒന്ന് പറയുകയാണ്. പക്ഷേ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇപ്പോൾ വയസ്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമമുണ്ട്.
100 മൈനസ് യുവർ ഏജ്. നിങ്ങളുടെ വയസ്സ് 100-ൽ നിന്ന് കുറച്ചാൽ വരുന്ന തുക ഇക്വിറ്റിയിലും ബാക്കി ഭാഗം സുരക്ഷിതമായിട്ടുള്ള കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുക എന്നതാണ് ഈ രീതിയിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആളുകളും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. ഇക്വിറ്റി ഫണ്ട് എന്നാൽ നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും കുറഞ്ഞത് 65% വിവിധ കമ്പനികളുടെ ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരുതരം മ്യൂച്വൽ ഫണ്ടാണിത്. ഉദാഹരണത്തിന് ടാറ്റ, റിലയൻസ്, ഇൻഫോസിസ് പോലെ വലിയ വളർച്ച നേടുന്ന കമ്പനികളുടെ ഷെയറുകളിലാണ് ഇത് കൂടുതലായിട്ട് അവർ നിക്ഷേപിക്കുന്നത്. ഇനി ബോണ്ടുകൾ എന്താണ്? ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾക്കോ വലിയ കമ്പനികൾക്കോ നൽകുന്ന കടപ്പത്രങ്ങളാണിത്. നമ്മളൊരു ബോണ്ട് വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് പണം കടം കൊടുക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവർ പലിശ, കൂപ്പൺ പേയ്മെൻറ്റ് നൽകുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ നമ്മൾ കൊടുത്ത തുക അതേപടി തിരികെ നൽകുകയും ചെയ്യും. 100 മൈനസ് യുവർ ഏജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം 30 വയസ്സുള്ള ഒരാളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 30 വയസ്സുള്ള ഒരാൾ 70% ഇക്വിറ്റികളിലും 30% ഫിക്സഡ് ഇൻകത്തിലും നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പ്രായമാകുമ്പോൾ ഉയർന്ന റിസ്ക്കുള്ള ഇക്വിറ്റിയിൽ നിന്ന് കിട്ടിയ ആ ലാഭം മുഴുവൻ സുരക്ഷിത ഡെറ്റിലേക്ക് ക്രമേണ ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ സേഫ് ഫണ്ടിലേക്ക് ഇങ്ങനെ ക്രമേണ മാറ്റാൻ പറ്റും. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു, ഇനിയിപ്പോൾ ബാങ്ക് FD പോലെയോ അല്ലെങ്കിൽ സാധാരണ 10%, 12% കിട്ടുന്ന പലിശകൾ പോലെ നമുക്ക് ചിലവ് കഴിഞ്ഞ് പോയാൽ മതിയെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ മാർക്കറ്റ് താഴുന്നതും പൊങ്ങുന്നതും ഒക്കെ നോക്കി ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രായം കൂടുമ്പോൾ ഈ 70% ഇക്വിറ്റിയിലെ ഫണ്ട് എടുത്തിട്ട് നമുക്ക് ഈ 30% ഫിക്സഡ് ഇൻകത്തിൽ ഇട്ടിരിക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇക്വിറ്റി കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അസറ്റ് അലോക്കേഷൻ ആണ്. ദീർഘകാല ലക്ഷ്യങ്ങൾക്കായിട്ട് നിശ്ചിത ശതമാനം നിശ്ചയിക്കുന്ന മാതൃകയാണിത്. ഉദാഹരണത്തിന് 60% ഇക്വിറ്റി, 30% ഡെറ്റ്, 10% സ്വർണം. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഇതാണ് കേട്ടോ. ഞാൻ മാസം ഒരു 10,000 രൂപ ഇങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. ഇങ്ങനെ 10,000 രൂപ ഇങ്ങനെ 3 അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഞാൻ മന്ത്ലി നിക്ഷേപിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പോർട്ട്ഫോളിയോ എടുത്തിട്ട് നോക്കാറില്ല. അതിൻ്റെ വളർച്ച താഴ്ചകളെ കുറിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. പണം മാസം നിക്ഷേപിക്കുന്നുണ്ട് എന്ന് പോലും ഞാൻ അങ്ങനെ ആലോചിക്കാൻ ആഗ്രഹിക്കാറില്ല. കാരണം അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് അല്ലല്ലോ. എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ മാസ ചിലവിൽ ഒരു 10,000 കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് നിക്ഷേപിച്ച് പോവുകയാണ്. SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ നാളുകളിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എടുത്തിട്ട് ഇത്ര കൂടുതൽ കിട്ടിയോ, ഇത്ര കുറവ് കിട്ടിയോ എന്നൊക്കെ നോക്കി ആകുലപ്പെടാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സമാധാനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് പ്ലാൻ ലോങ് ടൈം ആണ്. ലോങ് ടൈമിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തോടും. ഇനി അടുത്തത് വാറൻ ബഫറ്റിൻ്റെ തന്ത്രമാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നിക്ഷേപകന്റെ തന്ത്രം വളരെ ലളിതവും ശക്തവുമാണ്. സാധാരണക്കാർക്ക് ഓഹരി വിപണിയിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും മികച്ച വഴിയായിട്ട് അദ്ദേഹം പറയുന്നത് പ്രശസ്തമായിട്ടുള്ള സൂചിക ഫണ്ടുകളിൽ, ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കൂ എന്നാണ്. അദ്ദേഹം സ്വന്തം കുടുംബത്തിനും കൊടുത്തിരിക്കുന്ന ഉപദേശം അതാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. തൻ്റെ മരണശേഷമുള്ള കുടുംബത്തിൻ്റെ പണം 90% ഈ S&P 500 ഇൻഡെക്സ് ഫണ്ട്സ്, അതായത് നമ്മുടെ നിഫ്റ്റി 50 പോലെയുള്ള ഏറ്റവും ടോപ്പ് കമ്പനികളുടെ ഓഹരികൾ, അതിൽ നിക്ഷേപിക്കാനായിട്ടാണ് അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത്. 90% അങ്ങനെയുള്ള ഫണ്ടുകളിൽ, ബാക്കി 10% സർക്കാർ ബോണ്ടുകളിൽ ഷോർട്ട് ടൈം നിക്ഷേപമായിട്ട് നിക്ഷേപിക്കാനായിട്ടാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി വിദഗ്ധരുടെ കാർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ എന്താണ് എന്നുള്ളത് ബേസിക് ആയിട്ടൊന്ന് നോക്കാം. ഒന്ന് കോൺസ്റ്റന്റ് വെയിറ്റിംഗ് ആണ്. ഒരു നിശ്ചിത അസറ്റ് മിക്സ് നിശ്ചയിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ പോർട്ട്ഫോളിയോ മൊത്തത്തിലൊന്ന് റീബാലൻസ് ചെയ്യും. അതായത് മോശം ഫണ്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് നല്ല ഫണ്ടുകളിലേക്ക് കൂടുതൽ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. അടുത്തത് ടാക്ടിക്കൽ അസറ്റ് അലോക്കേഷൻ ആണ്. വിപണിയിലെ താൽക്കാലിക ട്രെൻഡുകൾക്കോ സാമ്പത്തിക സാഹചര്യങ്ങൾക്കോ അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ മൊത്തത്തിൽ വരുത്തും. ഇനി അടുത്ത ഒന്നുണ്ട്, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ. വിപണിയുടെ മൂല്യത്തിനനുസരിച്ച് ആസ്തി വിഭാഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ വഴി ഈ ഫണ്ടുകൾ ഫണ്ട് മാനേജർ വഴി സാധ്യതകൾ പഠിച്ച് എക്വിറ്റിയിലും ഡെറ്റിലും മാറ്റി നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ലാഭം കിട്ടാം, കുറച്ചും കൂടെ റിസ്ക് ഒക്കെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അനന്തു കാര്യങ്ങളൊക്കെ പഠിച്ചു. അവൻ ആദ്യമായിട്ട് ചെയ്തതും നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. നമ്മൾ SIP ഒക്കെ തുടങ്ങാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ടൈം ലൈൻ തീരുമാനിക്കണം. ഷോർട്ട് ടൈമിലേക്കാണോ ലോങ് ടൈമിലേക്കാണോ നിങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് തീരുമാനിച്ചുറപ്പിക്കുക. ഷോർട്ട് ടൈം ലക്ഷ്യങ്ങൾക്ക്, 3 വർഷത്തിൽ താഴെയുള്ള ചില ലക്ഷ്യങ്ങൾക്ക്, ഒരു വിദേശയാത്ര, കുട്ടികളുടെ പഠനം, ഒരു പുതിയ കാർ, അങ്ങനെയുള്ള പ്ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ഡെറ്റ് ഫണ്ടുകളിലോ ലിക്വിഡ് ഫണ്ടുകളോ നമ്മൾ തിരഞ്ഞെടുക്കണം. നഷ്ടം വരരുത്, പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റണം. എന്നാൽ ബാങ്ക് FD പോലെ തീരെ അങ്ങോട്ട് കുറഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ 10 വർഷത്തിന് മുകളിലുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടുകൾ
ശക്തമായിട്ട് നിങ്ങളെ പിന്തുണയ്ക്കും. അനന്തുവിൻ്റെ 15 വർഷത്തെ ലക്ഷ്യം ഇക്വിറ്റി ഫണ്ടുകൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സാണെന്ന് വിചാരിക്കുക. 40 വയസ്സ് വരെയൊക്കെ അറിയാമല്ലോ, വിദേശം സ്വദേശമൊക്കെ ആയിട്ട് കറങ്ങി നടക്കേണ്ടി വരും, ജോലി ട്രാൻസ്ഫർ, അതിനുശേഷം കടമില്ലാതെ ഒരു പെർമനന്റ് ഇടമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ റിട്ടയർമെന്റിൽ ഒരു ഫാം ഹൗസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ബെസ്റ്റാണ് ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനുകൾ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ തുക എക്വിറ്റിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാറ്റ, റിലയൻസ്, അദാനി പോലെയുള്ള കമ്പനികളൊക്കെ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാശും വളരും. വലിയ വലിയ കമ്പനികളൊക്കെ വളരുമ്പോൾ നമ്മളും വളരും. ഇനിയിപ്പോൾ ഇന്ത്യ മൊത്തത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉറപ്പൊന്നുമില്ല കേട്ടോ. BJP സുഹൃത്തുക്കൾക്കൊക്കെ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങളെപ്പോലെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ അത്ര ഉറപ്പുള്ള ആളുകൾ വേറെ ആരും ഉണ്ടാവില്ല. അനന്ത് പിന്നെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് പുള്ളി എത്തിയിട്ടുണ്ട്. ഒറ്റ ഫണ്ടിൽ മാത്രം ഒതുങ്ങാതെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അന്തർദേശീയ ഫണ്ടുകൾ എന്നിവയിലേക്ക് ഇക്വിറ്റി അലോക്കേഷൻ ഡിവൈഡ് ചെയ്ത് സിംഗിൾ സെക്ടർ റിസ്ക് കുറയ്ക്കുകയാണ് ബുദ്ധി എന്നുള്ളത് അനന്ത് മനസ്സിലാക്കി. പിന്നീട് കണ്ടതാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. മാനുവലായിട്ട് ഈയിടയ്ക്കൊക്കെ റീബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ കിട്ടും. ഇത് റീബാലൻസിങ്ങും ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അവരുടെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അനന്തും ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഫണ്ടുകൾ സെലക്ട് ചെയ്തതുകൊണ്ട് വിപണി ഇടയ്ക്കൊക്കെ ഇടിയുമ്പോഴും അവൻ ഭയന്നില്ല. വിപണി താഴേക്ക് പോകുമ്പോൾ തനിക്ക് കൂടുതൽ യൂണിറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുകയാണ് എന്ന് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് വഴി അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചില സമയത്ത് വരുന്ന മാന്ദ്യങ്ങളിലോ വിപണി തകർച്ചകളിലോ അവൻ തന്റെ നിക്ഷേപം പിൻവലിക്കുകയോ SIP മുടക്കുകയോ ചെയ്തില്ല. കൃത്യം 15 വർഷങ്ങൾ, അതായത് 150 മാസങ്ങൾ അനന്ത് ഈ ശീലം മുടക്കമില്ലാതെ തുടർന്നു. മാസം 7000 രൂപ വെച്ച് 15 വർഷം 180 മാസം അവൻ അടച്ച ആകെ തുക വെറും 12,60,000 രൂപ മാത്രമാണ്. എന്നാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ ചരിത്രപരമായിട്ടുള്ള ശരാശരി വാർഷിക ആദായമായ 12% വെച്ച് കണക്കാക്കുമ്പോൾ രാജ്യം വളർന്നാൽ 12% മിനിമമാണ് കേട്ടോ. അതിന് മുകളിലേക്കൊക്കെ പോകാം. 15 വർഷത്തിന് ശേഷം അനന്തുവിൻ്റെ കൈകളിലെത്തിയത് ആകെ കോർപ്പസ് തുക ഏകദേശം 35 ലക്ഷം മുതൽ 38 ലക്ഷം രൂപ വരെയായിരുന്നു. നിങ്ങളുടെ പ്ലാൻ അന്നത്തെ 80 ലക്ഷം രൂപയുടെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ, 1 കോടിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 7,000 രൂപ 14,000 രൂപയായിട്ട് അടച്ചാൽ മതി കേട്ടോ. അങ്ങനെ നിങ്ങൾ 14,000 രൂപ വെച്ചിട്ടൊക്കെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ കണക്കൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ചുമ്മാ ഈ ഒരു കണക്കാണ്, ഒരു വട്ടക്കണക്കാണ്. 27 ലക്ഷം രൂപ 15 വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ 80 ലക്ഷത്തിൻ്റെ വീടൊക്കെ വെക്കാനായിട്ട് പറ്റും. ഹോം ലോൺ ആണെങ്കിൽ 80 ലക്ഷത്തിൻ്റെ വീട് 15 വർഷം കൊണ്ട് കടമില്ലാതെ സ്വന്തമാക്കാൻ, എല്ലാ ലോണും അടച്ചിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് അത് വരണമെന്നുണ്ടെങ്കിൽ 7.75% എന്ന കുറഞ്ഞ പലിശയ്ക്ക് മാസം 75,000 രൂപ വെച്ചിട്ട് നിങ്ങൾ EMI അടയ്ക്കേണ്ടി വരും. അങ്ങനെ 15 വർഷം 75,000 രൂപ വെച്ചിട്ട് നിങ്ങൾ EMI അടച്ചു കഴിഞ്ഞാൽ എത്ര കോടി ബാങ്കിന് കൊടുക്കേണ്ടി വരും? 1,35 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. സോ ഒരു 30 വയസ്സുകാരന് 45 വയസ്സിലേക്ക് വീട് കടമില്ലാതെ വെക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടം വാങ്ങി വീട് പണിത് കഴിഞ്ഞാൽ EMI അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ പകുതി മാസം നിക്ഷേപിച്ചാൽ മതി. അന്നത്തെ ഒരു നിർമ്മാണ ചെലവ് കൂടിയൊക്കെ പരിഗണിച്ചിട്ട് വേണം നിക്ഷേപിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, അത് നമുക്കിട്ട് പണി തരും. അനന്ത് ചെറിയ ശമ്പളക്കാരനായതുകൊണ്ടാണ് അയാൾക്ക് കുഞ്ഞ് വീട് അല്ലെങ്കിൽ കുഞ്ഞ് നീക്കിയിരിപ്പുണ്ടായത്. നിങ്ങളൊക്കെ വലിയ ശമ്പളക്കാരാകുമ്പോൾ കൂടുതൽ പൈസ കൂട്ടിക്കൂട്ടി വെച്ചോണം. അനന്തും അങ്ങനെ വായ്പയുടെ വലിയൊരു കുരുക്കിലും പെടാതെ താൻ നിക്ഷേപിച്ച പണം കൃത്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന് യാതൊരുവിധ ലോണിൻ്റെയും കടത്തിൻ്റെയും ഭാരമില്ലാതെ ഒറ്റയടിക്ക് പണം കൊടുത്ത് തൻ്റെ സ്വപ്ന ഭവനം അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സ്വന്തമാക്കി. എന്തുകൊണ്ടത് സാധിച്ചു? 15 വർഷത്തേക്ക് പണം പിൻവലിച്ചില്ല. ഇടയ്ക്ക് കടുത്ത ആത്മസംയമനം ഉണ്ടായിരുന്നു. SIP മുടക്കിയില്ല. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ട്, അതിൻ്റെ EMI ഒക്കെ ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമുള്ള സംഗതിയൊന്നുമല്ല. നമുക്ക് ആകെ കുറച്ച് കാലം ജീവിക്കാനായിട്ടുള്ളൂ. ഇപ്പോൾ വീടൊക്കെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് EMI ഒക്കെ ഇട്ട് വീടൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ എനിക്കുമുണ്ട്, വീടിൻ്റെയും കാറിൻ്റെയൊക്കെ EMI ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വാടക വീടൊന്നും എപ്പോഴും പറ്റണമെന്നൊന്നുമില്ലല്ലോ. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇത്തിരി പൈസ ഇതിനോടൊപ്പം തന്നെ ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് നമ്മൾക്ക് ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെയൊക്കെ ജനറേഷൻ പിള്ളേർ നമ്മളെ നോക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു റിട്ടയർമെൻറ്റ് ഹോം അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് വില്ല അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് മാറ്റി വെച്ചോളുക. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഹോം ലോണൊക്കെ പെട്ടെന്ന് അടച്ചു തീർക്കാനായിട്ടുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പറയാം. എല്ലാ മാസവും ഒരു 2,000-3,000 രൂപയൊക്കെ കൂട്ടി അടയ്ക്കുകയാണെങ്കിൽ പോലും, ഇപ്പം ഡിമിനിഷിങ് ഇൻട്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫ്ലോട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം ലോണിൻ്റെ തവണയൊക്കെ ഒത്തിരി അധികം അങ്ങോട്ട് കുറയും. മാസം 20,000 രൂപ സമ്പാദിക്കുന്ന ഒരാൾക്ക് തൻ്റെ ശമ്പളത്തിൻ്റെ 15 മുതൽ 20% വരെ, അതായത് ഏകദേശം 3,000 മുതൽ 4,000 രൂപ വരെ SIP ആയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് മന്ത്ലി. അതേസമയം 50,000-ന് മുകളിൽ ശമ്പളമുള്ള ഒരാൾ, 70,000 ഒക്കെ ശമ്പളമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ 15,000 രൂപയൊക്കെ സിമ്പിളായിട്ട് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കണം. ശമ്പളക്കാരൊക്കെ ചാർജായിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് SIP വഴി പണം നിക്ഷേപിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്സ്റ്റോക്സ്, ഗ്രോ അല്ലെങ്കിൽ ഏഞ്ചൽ 1,
അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ സ്വന്തം ഔദ്യോഗിക ആപ്പുകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അപ്സ്റ്റോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇൻ്റർഫേസ് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ബാങ്കുകാരുടെ ഒന്നും അത്ര രസകരമായിട്ടുള്ള ആപ്പുകളൊന്നും അല്ല. നിങ്ങളൊന്ന് ഓൺലൈനിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. എല്ലാ ആപ്പും കൂടെ ഡൗൺലോഡ് ചെയ്ത് എല്ലായിടത്തും പോയി രജിസ്റ്റർ ചെയ്യുന്നതും വലിയ രസമുള്ള ഒരു പരിപാടിയല്ല. അങ്ങനെ ആപ്പ് സെലക്ട് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിനകത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ നൽകിയിട്ട് KYC നടപടികൾ പൂർത്തിയാക്കുക. തുടർന്ന് ആപ്പിലെ മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫണ്ടുകളൊക്കെ സെലക്ട് ചെയ്തെടുക്കുക. അതിലോരോ ഫണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം അതിലൊരു മാസം എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത് എന്ന് തീരുമാനിച്ച്, മാസം 2000 രൂപയാണെന്നുണ്ടെങ്കിൽ 2000 അതിൽ കൂടുതലോ ഒക്കെ നിശ്ചയിച്ചിട്ട് തീയതിയും സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ UPI ഓട്ടോ പേ ഒക്കെ പ്രോസസ്സ് ആവാനായിട്ടുള്ള ഈ മാൻഡേറ്റ് സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാ മാസവും ആ തീയതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് നിക്ഷേപ പരിപാടികൾ നടക്കുന്നതായിരിക്കും. ഉറപ്പായും ശ്രദ്ധിക്കുക, മറക്കരുത്. ആ ദിവസം അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവന്മാർ മറ്റേ ബൗൺസിങ് ചാർജ് പിടിക്കും. അതൊരു വലിയ നഷ്ടം നിങ്ങൾക്ക് വരും. 2000 രൂപ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ 250 രൂപ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ എന്തൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ദിവസം പൈസ തരണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയകരമായിട്ട് നിങ്ങൾക്ക് ഒരു ദീർഘകാല സമ്പാദ്യ പദ്ധതി ആരംഭിക്കാൻ പറ്റും. ഫണ്ടുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4 ഫണ്ടൊക്കെ തന്നെ ധാരാളമാണ്. 4-5 ഫണ്ടുകൾ മാക്സിമം, ഒരു 3-4 മിനിമം സെലക്ട് ചെയ്യുക. അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. ഇനി എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ പറയാം. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും ആരും ഫോളോ ചെയ്യാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾ നല്ല സാമ്പത്തിക വിദഗ്ധരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ 60%, ഡെറ്റിൽ 20%, ഗോൾഡ് സിൽവർ ഒരു 10%, പിന്നെ എൻ്റെ ചില്ലറ അബദ്ധം എല്ലാം കൂടെ ഒരു 10 ആ വഴിക്ക് പോകും. അങ്ങനെയുള്ള കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫണ്ട്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കാതെ എന്താണ് നിങ്ങളുടെ മെത്തേഡ് എന്നുള്ളത് നോക്കി ഒരു സാമ്പത്തിക വിദഗ്ധനോട് നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആണ് എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമൻ്റ് ഒക്കെ ചെയ്യണം. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. യൂട്യൂബ് പരസ്യം പോലും ഇല്ലാതെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്കായിട്ട് ചെയ്തു തരാനായിട്ട് റെഡിയാണ്. ഒരു 7000 രൂപ തന്നാൽ മതി. പ്രൊമോഷൻ വീഡിയോസ് സ്കിപ്പ് ചെയ്യാനായിട്ട് മടിയുള്ള ആളുകൾക്കും ആത്മാർത്ഥമായിട്ട് നല്ല കണ്ടന്റ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കും ഈ മാർഗ്ഗം ഉപയോഗിക്കാവുന്നതാണ്. നന്ദി.